ശബരിമല സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പന്തളത്ത് നടക്കുന്ന ബദൽ അയ്യപ്പ സംഗമം പുരോഗമിക്കുന്നു. ബിജെപി തമിഴ്നാട് മുൻ അധ്യക്ഷൻ കെ അണ്ണാമലയാണ് ഉദ്ഘാടനം. തേജസ്വി സൂര്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തെ ബിജെപി നേതാക്കൾ രൂക്ഷമായി വിമർശിച്ചു. அவருடைய பிடபிள்யூ மினிஸ்டர் சுதாகரன் அவங்க சொல்றாங்க, இந்த நிலவிளக்கு ட்ரெடிஷனல் லேம்ப் இதெல்லாம் நாம் நடத்துறதே அரசு நிகழ்ச்சியில் நடத்தாதீங்க. கேரள மாநிலத்தினுடைய ஸ்பீக்கராக இருக்கக்கூடிய சம்ஷீர் அவரை பொறுத்தவரை லார்டு கணேஷா கணபதி அவரே ஒரு மித், உண்மை கிடையாது. தாமஸ் ஐசாக் முன்னாள் கேரளத்தினுடைய நிதி அமைச்சர் வாமன அவதாரே ஒரு பொய். திரு ஜெயராஜன் அவர்கள் கம்யூனிஸ்ட் கட்சியினுடைய தலைவராக இருக்கிறவங்க பரசுராமரே ஒரு மித். இந்த கேரள மண்ணை പന്തളത്ത് ബദൽ സംഗമത്തിലെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഭക്തജന സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു കെ അണ്ണാമലൈ, ബിജെപി തമിഴ്നാട് മുൻ അധ്യക്ഷൻ. ഇപ്പോൾ റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, പങ്കാളിത്തം കൊണ്ട് പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തെക്കാൾ മുന്നിലാണ് എന്ന് വാദിക്കുന്നു ഈ ബദൽ അയ്യപ്പ സംഗമത്തിന്റെ സംഘാടകരായ സംഘപരിവാർ സംഘടനകൾ. ഒപ്പം ബിജെപി നേതാക്കൾ പ്രചാരണത്തിനിറങ്ങിയില്ലെങ്കിലും പരിപാടിയിൽ സജീവമായി തന്നെയുണ്ട്. സംസ്ഥാന നേതാക്കൾ, സംസ്ഥാന അധ്യക്ഷൻ അടക്കം അവിടെ എത്തിയിട്ടുമുണ്ട്. തീർച്ചയായും, അതായത് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ഒരു അയ്യപ്പ സംഗമം പമ്പയിൽ, അതിനൊരു ബദൽ സംഗമം തന്നെയാണ് സംഘപരിവാർ സംവിധാനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ശബരിമല സംരക്ഷണ സംഗമം എന്ന പേരിൽ തമിഴ്നാട് ബിജെപിയുടെ മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. നമുക്കറിയാം, പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ പങ്കാളിത്തത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്ന ആ സാഹചര്യം, അതിന് ഒരു മറുപടി എന്ന് തന്നെ വേണം ഈ പന്തളത്ത് നടക്കുന്ന ഈ ഒരു സംഗമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം വലിയൊരു പന്തളം ജംഗ്ഷനിൽ നിന്നും ജനങ്ങൾക്ക് ഈ സംഘാടന വേദിയിലേക്ക് എത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല, സമ്മേളന വേദിയിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ബിജെപിയുടെ മുതിർന്ന നേതാക്കളുണ്ട്, പക്ഷേ അവർ വേദിയിലില്ല. കുമ്മനം രാജശേഖരനും അതുപോലെ തന്നെ ശശികല ടീച്ചറും ഉൾപ്പെടെ, വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ളവർ വേദിയിലുണ്ടെങ്കിലും ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ വേദിയിലേക്ക് കയറിയിട്ടില്ല. അവർ സദസ്സിലാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതും കാണാൻ കഴിയുന്നത്. ഏകദേശം 5000 പേരെയാണ് ഇവിടെ പ്രതീക്ഷിച്ചത്. അതിനപ്പുറത്തേക്ക് ഒരു ജനസാഗരമുണ്ട് എന്നുള്ളതാണ് ഈ ശബരിമല സംരക്ഷണ സംഗമം സംഘാടകർ പറയുന്നത്. എന്തായാലും അണ്ണാമലൈ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. പിണറായി വിജയൻ സംഗമത്തിൽ സംസാരിച്ച ഓരോ കാര്യങ്ങൾക്കും ബദൽ മറുപടി എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസംഗം തന്നെയാണ്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് നൽകുന്ന ഒരു മറുപടി തന്നെയാണ് നമുക്ക് ഈ സംരക്ഷണ സംഗമത്തിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത്. ശബരിമലയുടെ സംരക്ഷണം, അതായത് സുരക്ഷ ഉൾപ്പെടെ അതുപോലെ തന്നെ വികസനം ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്തുകൊണ്ടാണ് ഇന്ന് രാവിലെ മുതൽ ഈ ഒരു സംരക്ഷണ സംഗമം നടന്നു പോകുന്നത്. എന്തായാലും അണ്ണാമലൈ പറയുന്നത് അയ്യപ്പന് പ്രശ്നം വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്നു എന്നുള്ളതാണ്. സനാതനധർമ്മം സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇവിടെ വന്നത്. താൻ നിങ്ങളിൽ ഒരു ഭക്തനായാണ് ഇവിടെ നിൽക്കുന്നതെന്നും അണ്ണാമലൈ പറയുന്നു. ആഗോള അയ്യപ്പ സംഗമം സനാതനധർമ്മം വേരോടെ അറുക്കണമെന്ന് പറഞ്ഞ സ്റ്റാലിനെയാണ് പരിപാടിക്ക് ക്ഷണിച്ചത് സംസ്ഥാന സർക്കാർ. പന്തളത്ത് ബദൽ അയ്യപ്പ സംഗമത്തിൽ ഇപ്പോൾ ഭക്തസംഗമം തുടരുകയാണ്. അവിടെ കെ അണ്ണാമലൈ இன்னைக்கு உச்ச நீதிமன்றத்தில் ரிவ்யூ பெட்டிஷன் லார்ஜர் கான்ஸ்டிடியூஷனல் பெஞ்சில் இருக்கும் பொழுது எதற்கு தேவையில்லாத வேலையை செய்யறீங்க? இன்னைக்கு ஐயப்பனுக்கு உண்மையாலும் நல்லது செய்ய வேண்டும் என்று விஜயன் அவர்கள் நினைச்சா சுப்ரீம் கோர்ட் முன்னாடி நீங்க போட்டிருக்கக்கூடிய அஃபிடவிட்டை மாத்தி போடுங்க. சுப்ரீம் கோர்ட்டில் 2018, 17, 16 இந்த மாநிலத்தினுடைய கம்யூனிஸ்ட் அரசு கொடுத்திருக்கக்கூடிய அஃபிடவிட்டை மாத்துங்க. திருவங்கூர் தேவஸ்தானம் போர்டு இங்க என்ன அஃபிடவிட் கொடுத்திருக்கிறீங்களோ அதை உச்ச நீதிமன்றத்தில் மாத்துங்க. சேஞ்ச் தி அஃபிடவிட் that is in front of the honorable Supreme Court of our country. If you want to do any justice to Lord Ayyappa, if they have to serve Lord Ayyappa, if they have to really surrender themselves to Lord Ayyappa, they are duty bound to change the affidavit that is presented in front of the honorable Supreme Court of our country. அதை செய்யாம 20ஆம் தேதி பந்தளத்தில் எதற்காக நீங்க கூட்டத்தை போடுறீங்க? இதுல இருந்தே நமக்கு தெரியும். இன்னைக்கு திருவங்கூர் தேவஸ்தானம் போர்டு வெளியே பேசும் பொழுது அவங்க மாற்றி பேச ஆரம்பிச்சிட்டாங்க. தேவஸ்தானம் போர்டை பொறுத்தவரை கம்யூனிஸ்ட் கட்சி வரும் பொழுதெல்லாம் மாற்றி பேசுவாங்க. இன்னைக்கு அவர்கள் நேரடியாக மாற்றி பேசுவது அஃபிடவிட்ல சொல்லட்டும். ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.